ചിരിക്കാസ അല്ല അതന്നെ യൂട്യൂബിൽ കണ്ടല്ലേ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാണ് ഇപ്പൊ. അത് വലിയ ആശ്രയം തന്നെയല്ലേ. കാരണം ഒരു ടീം ഇങ്ങനെ പ്രൈവറ്റ് വെഹിക്കിൾസ് റെഡി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇവിടെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. എന്താ മരത്തിന്റെ വലിപ്പം നമുക്ക് കാടിന്റെ സൗണ്ട് തോന്നണം. ചീവിന്റെ സൗണ്ട് കേൾക്കണ്ടോ? എന്താ ഇരിക്കുന്നത്? മുക്കമ്പുഴ പട്ടികവർഗ സംഗീതം, ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. വച്ചുമരം ട്രൈബൽ കോളനി. ഈ പൊതുവഴിയെ വനത്തിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണ്. ആക്ച്വലി ഈ പൊള്ളാച്ചി തമിഴ്നാട് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റ് ആണ്. വേണ്ട നമുക്ക് ഓട്ടോയ്ക്ക് എടുത്ത് അവര് നമ്മളിലുണ്ടല്ലോ വെച്ചിട്ട് ആശ്വാസത്തിൽ പോവും. വെച്ചമൊരു ആദിവാസി കഫേ, അവിടെ നിന്ന് ഞാൻ കുടിക്കാന്ന്. പക്ഷെ വിശക്കണില്ലേ. ഇതെന്താ 4G BSNL ഉണ്ടേ ഇവിടെ. BSNL ആണ് എന്താ നമ്മുടെ അപകടങ്ങളെ രക്ഷിക്കാൻ വരുന്ന ദൈവം. കാരണം തിരക്കുള്ള ദിവസങ്ങളിലും ആരില്ലാത്ത ഏരിയയിലൊക്കെ BSNL ഉണ്ടാവും. ഈ ഈറ്റല്ലേ, ഈറ്റുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എലിഫന്റ് സൈറ്റിംഗ് ഉണ്ടാവുക. ഈറ്റയാണോ എലിഫന്റ് കഴിക്കുക ഏറ്റവും കൂടുതൽ? അതെയോ? ഈറ്റയ്ക്ക് പകരം ആന പിണ്ടങ്ങളാണോ? ഈറ്റയ്ക്ക് പകരാണോ നമ്മള് നാട്ടില് പനമ്പട്ട കൊടുക്കണത്? ഇല്ല. ഈ സൈഡിൽ ഈറ്റൊക്കെ വന്നിട്ട് കുറച്ച് കയറ്റി വെക്കേ, ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കും കണ്ണിലേക്കോ തട്ടിക്കഴിഞ്ഞാൽ. അതെവിടെ നിർത്തിയിടാൻ പറ്റുന്ന സ്പോട്ടാണ് തോന്നുന്നു. ഒന്ന് സായാക്ക് അങ്ങനെ നിർത്തിയിടാൻ പറ്റുന്ന സൈറ്റില്ല. ബൈക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ആ വെള്ളത്തിന്റെ ഭാഗം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, എലിഫന്റ് സോൺ ആണെന്നാണ് ഗൂഗിള് പറയണത്. ഈ സൈഡ് കൂടെ ഈറ്റക്കാട് കേട്ടോ. ഈ സൈഡിൽ ഈറ്റക്കാട് തന്നെയാണല്ലേ. വലിയ വലിയ മരങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. ഉച്ചയായതുകൊണ്ട് റെസ്റ്റ് എടുക്കൂ. വെള്ളം കുടിക്കാനേ ഈ പുഴയിലേക്ക് വരണല്ലോ അവർക്ക്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എലിഫന്റ് പാസിങ് ഉണ്ടാവണത്. നമുക്ക് അധികം വിവരമില്ല ഈ ആനിമൽസ് വന്നാൽ എന്താ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. ചാർജ് ചെയ്യാന്നൊക്കെ പറയാം ആന ഓടി വരുന്നതിന്. എനിക്കറിയില്ല എന്താ ചെയ്യാ ആനകൾ വന്നാന്ന്. ഏട്ടനറിയോ? വല്ലാണ്ട് ഇറക്കല്ലേ. കുയ്യാണ് കുയി. കുജ്ജാണ്. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അനു ആന ശരിക്കുള്ള ആന പൂവല്ലേ. വരുമോ? ഫോണില്ലേ വണ്ടികളെ? അയ്യോ ഈ ആൾക്കാരെന്താ നിക്കണ? ഒന്ന് പോവാൻ പറഞ്ഞേ അവരോട്. അതാ പോവാൻ പറ അവരോട്. വെള്ളാക്കിട്ട് ചളിയിലാണ് കുളിച്ചിരിക്കാൻ ആന. അപ്പൊ ആനടാ പാപ്പിക്കുഞ്ഞ ആന. അതൊക്കെ പോയാതെ കിട്ടണ്ടോ? പോവാ അതൊക്കെ പോ. അത് കൂട്ടാണ് കേട്ടോ, പെണ്ണാനയാണ്. അപ്പൊ ആന കണ്ടടാ. ഒന്ന് ഉറങ്ങ. ഇറങ്ങണോ? വേണ്ട പോവാ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മരത്തിനടുത്ത് അതാ വലുത് വലുത് നമുക്ക് പോവാ. അങ്ങോട്ട് വരുന്നുണ്ട്. ആ മൂപ്പര് നല്ല ഉഷാറില് വരുന്നുണ്ട്. അതാ അതാ വരുന്നു. കുറച്ചൊരു ഇരുട്ട് വന്നു. മണി 3:30. സൗണ്ട് കേൾക്കണ്ട സീവീടിന്റെ? എന്തത്? ആ അടിപൊളി. പാലം പൊളിഞ്ഞു കിടക്കുകയാണ് തോന്നുന്നു. അയ്യോ അയ്യോ അയ്യോ. ഈ പാലം പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് അത് കൂടെ മറ്റേ പാസ് ഇല്ല എന്ന് പറഞ്ഞു. വലിയ വണ്ടികൾക്കൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല. ഈശ്വര നട്ടല് മുറിയും പോയ എന്റെ അമ്മേ. ഈശ്വര എത്ര വലിയ മരം കൊണ്ടിരിക്കണം. ഗുഹമാതിരിയല്ലേ? ആ മലക്കപ്പാറയ്ക്ക് 30 കിലോമീറ്റർ. SH 21 ആ ഒരു ബോർഡെങ്കിലും ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും ബോർഡ്. ഞാൻ പൊട്ടിച്ച വളവാണ് കേട്ടോ വളവ്. എല്ലാ ബോർഡും പൊട്ടിക്കുന്ന ആൾക്കാര് ഈ വഴിയിലുണ്ട്. എല്ലാ സൈൻ ബോർഡും ആ ഗുഹ പോലത്തെ ആംബിയൻസ്. ആ പൊട്ടിച്ചിരിക്കണം സൈൻ ബോർഡ്. എല്ലാ സൈൻ ബോർഡും പൊളിക്കുന്നുണ്ട് അല്ലേ? എന്താ സൈൻ ബോർഡ് കണ്ട ഒരു പ്രത്യേക ദേഷ്യം. ഇതിനകത്ത് നിറയെ ആനകളും പുലികളൊക്കെ ഉണ്ടാവില്ലേ? കൊടുമ്പനാണല്ലേ ഫുൾ. ആ ഒരു ബോർഡെങ്കിലും ബാക്കി വെച്ചൂലോ. എന്താ വണ്ടികളൊക്കെ നിർത്തിയിട്ടാണ് ഇവിടെ? നിർത്തുന്ന പോയിന്റ് ആണോ? ആ ഇത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ. വാൾവ് ഹൗസ് ഷോളിയർ. വാൾവ് ഹൗസ് നോക്കി ഇവിടെ നിർത്താറ്. ഈ വാൾവ് ഹൗസ് ഇല്ലേ, ഇതിലേക്ക് വെള്ളം വരും. വാൾവ് ഹൗസിൽ വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ നിയന്ത്രിച്ചിട്ട് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ, അത് പെൻസ്റ്റോക്ക് പൈപ്പാണ്, ഇത് കൂടെ ഇറക്കി വിടും. എന്നിട്ട് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വരുന്ന വെള്ളം കൺട്രോൾ ചെയ്തിട്ട് അത് സൈസ് കുറഞ്ഞു വരും. ആ അറ്റത്തെത്തുമ്പോഴും വളരെ മൈൽഡായിട്ടുള്ള, വളരെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് പോലത്തെ വെള്ളമായി മാറും. എന്നിട്ട് അവിടുത്തെ ടർബനിൽ പോയി അത് വീണിട്ട് അവിടെയാണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ അത് വർക്ക് ചെയ്യുക. മറ്റേ നമ്മൾ ഇടുക്കി നോട്ട്സിൻ്റെ കഥയിൽ അത് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇടുക്കിക്കും തൃശ്ശൂരിനൊക്കെ ഒരു വേറെ ടൈപ്പ് കാട് തന്നെയാണല്ലേ. ഇവന്തോ കണക്റ്റഡ് ആണല്ലെങ്കിലും അല്ലേ? ഈ ഒരു ആംബിയൻസ് അല്ലല്ലോ തൃശ്ശൂർ ഇടുക്കിയിലേക്ക്. ആണോ? ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതിന്റെ ലക്ഷണം എന്താണെന്നറിയോ? ആ തള്ളിയിട്ട സൈൻ ബോർഡുകളാണ് ലക്ഷണം. ചെവി അടയുണ്ടോ? അത് ഏട്ടന് ഉണ്ടാവാറുണ്ട് പൊതുവെ അല്ലേ? എന്തിനാ എയർക്രാഫ്റ്റിലോ? മൂപ്പര് എല്ലാ ബോർഡും തട്ടിയിട്ടിട്ടുണ്ടല്ലേ? അവിടേക്ക് സ്ഥിരതാമസമാണെന്നാണ് അർത്ഥം. സൂക്ഷിച്ച് ഇറക്കാറ് വളരെ സ്റ്റീപ്പാണ്.
വൈൽഡ് അനിമൽ ക്രോസിംഗ്സോ. വൈകുന്നേരം ആവാറായി, ഒരു വെള്ളം കുടിക്കാൻ ആവാറായി. നമുക്ക് ഇനിയും 10-20 കിലോമീറ്റർ പോകാനുണ്ട്. മൽക്കപ്പാറ എത്ര കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്? 22 കിലോമീറ്റർ. സൈഡിലെ മുഴുവനും ഗർത്തങ്ങളാണ്, വണ്ടി താളം തെറ്റും. ചാർജിലല്ല, നമുക്ക് വഴി തന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീമുകൾ. ഞങ്ങൾ കുറേ നേരമായിട്ട് അവർ പിന്നാലെയാണ്. ഞങ്ങൾ നിർത്തിയിട്ടിട്ടും അവർ മുന്നിൽ പോയി. വീണ്ടും ഞങ്ങൾ അവരുടെ അടുത്തെത്തി. ആക്ച്വലി 4 മണി ആവാറായിട്ട്. ഇത് എന്താണ്? ലോവർ ഷോളയാർ ഡാം അല്ലേ ഇത്? അമ്മേ, സൂപ്പർ ആയിട്ടാ. എവിടെയെങ്കിലും നിർത്താൻ പറ്റിയ അടിപൊളി കാഴ്ചയാണ്. സ്ലോ ചെയ്താലും മതി. ഓ മൈ ഗോഡ്. നമുക്ക് ഇവിടെയാണ് ആനകളെ കാണാത്തത്. ഈ ഇതിന്റെ തീരങ്ങളിലൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. എവിടെ? അതെ, എന്നാ അവിടെ നിർത്താം. നമുക്ക് ഒന്ന് സ്ലോ ആക്ക്. ഭയങ്കരാണല്ലോ അല്ലേ? ഇറങ്ങല്ലേ, അങ്ങോട്ട് കുരിശി പോങ്ങോട്ട്. ഷോളയാർ ഡാമാണ്. എന്താ അത്? ലോവർ ഷോളയാർ ആണോ അപ്പർ ഷോളയാർ ആണോ വില? ഇത് ഗട്ട്സ് അല്ല. കാട്ടുമഞ്ഞാലാണോ? ആയിരിക്കും. പൊട്ടിക്കാൻ പാടില്ലേ തോന്നുന്നല്ലേ? എന്നാ അതിൻ്റെ മഞ്ഞിറങ്ങിയിട്ടില്ലേ മുകളിലൊക്കെ? എവിടെ? ഒരു വഴി പോലെ അല്ലേ? നമുക്ക് പെർമിഷൻ കിട്ടുന്നില്ല അങ്ങനെയൊന്നും. ഇല്ല, അനിമൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോറസ്റ്റ് ഉണ്ടാവും. ട്രൈബൽ പീപ്പിൾ. കാട്ടുകൂടെ തന്നെ നമ്മളും സഞ്ചരിക്കണതേ. നമുക്ക് ഇങ്ങനെ റോഡ് കാണുമ്പോൾ അറിയാനിട്ടാണല്ലേ. നമുക്ക് മുകളിൽ ഫുൾ കവേർഡ് ആണ്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 17 കിലോമീറ്റർ ഉണ്ട് മൽക്കപ്പാറ. ഗ്രൂപ്പായിട്ട് വരില്ലേ? പോരെ. നമുക്ക് കൊടുങ്കാടാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. കൊടുങ്കാടാണ് കേട്ടോ. ഇങ്ങനെ സാറ്റലൈറ്റിന് കാണുന്ന പോലും ഇല്ല റോഡ്. ആനയുടെ സഞ്ചാരം ഉണ്ട് കേട്ടോ, ബോർഡൊക്കെ തട്ടിയിട്ടിരിക്കണം. ഓണടിച്ചോക്ക്, വളവാണ്.
വണ്ടികളൊന്നും കാണാത്തത്? നമ്മൾ നേരത്തെ നിറയെ വണ്ടി കണ്ടതാണല്ലോ. എല്ലാരും ക്രോസ് ചെയ്തു, 4 മണിക്ക് തന്നെ എല്ലാരും ക്രോസ് ചെയ്തു തോന്നണം കേട്ടോ. എനിക്ക് ആക്ച്വലി ആദ്യമൊന്നും പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 18 കിലോമീറ്ററിന്റെ ഉള്ളിലെത്തിയപ്പോ എനിക്ക് പേടിയാൻ തുടങ്ങി. കാരണം നല്ല ഇരുട്ട് ഉണ്ടായിരുന്നു. ഇരുട്ടല്ല, നല്ല ഒരു എന്താ ഒരു കാടത്തുണ്ടായിരുന്നു പ്രകൃതിക്ക്. പോലത്തെ എന്തോ ഒരു മരാണ്. കാപ്പിയാണോ അത്? അല്ലല്ലോ. മാസടിക്കുന്ന നോക്കി കണ്ണു വീടുകളായി തുടങ്ങി. മൽക്കപ്പാറയാവും അല്ലേ ഫോറസ്റ്റ് ഓഫീസിന്റെ? അയ്യോ, മനുഷ്യന്മാരെത്തി. മൽക്കപ്പാറ എത്ര കിലോമീറ്റർ ആണെങ്കിൽ 4 കിലോമീറ്റർ. കേരളത്തിന്റെ തൃശ്ശൂർ ജില്ല തന്നെയാണ് എപ്പോഴും. ഇതാ മൽക്കപ്പാറ വന്നിട്ടേ.